നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാ ജില്ലക്കാരും, അതായത് തിരുവനന്തപുരം തൊട്ട് അങ്ങ് കാസർഗോഡ് വരെ ഏറെക്കുറെ ഒരേ രീതിയിലൊക്കെ ആഘോഷിക്കുന്നത് ഈ ഓണമാണ് തോന്നുന്നത് അല്ലേ. ഇപ്പോൾ ഓണക്കോടി ആണെങ്കിലും ഓണസദ്യ ആണെങ്കിലും ഒക്കെ അതൊക്കെ ഒരു യുണീക്കാണ്. പക്ഷേ ഈ വിഷു ഒക്കെ വരുമ്പോഴത്തേനും നമ്മുടെ ഈ തെക്കൻ കേരളത്തിലെ വിഷുവിന് വലിയ ആഘോഷമൊന്നുമില്ല. ആഘോഷം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ വിഷുക്കണി ഒരുക്കും, പിന്നെ രാവിലെ എഴുന്നേറ്റ് അമ്മ വന്ന് കണ്ണുപൊത്തും, പോയി വിഷു കാണും. അതിനുശേഷം നമ്മൾ മറ്റേ കൈനീട്ടമൊക്കെ വാങ്ങും, എല്ലാവരും കൈനീട്ടം തരും, അതെല്ലായിടും ഉണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ നമുക്കുള്ളത് ഉച്ചയ്ക്കൊരു സദ്യ, അതോടെ കഴിഞ്ഞു, വിഷുവിൻ്റെ പരിപാടി കഴിഞ്ഞു. പക്ഷേ മറ്റ് ജില്ലകളിലേക്ക് വന്നാൽ ഇവിടെ പടക്കമുണ്ട്, പിന്നെ അല്ലാതെ പലയിടത്തും പല കലാപരിപാടികൾ, അതായത് ഈ പരമ്പരാഗത പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരോ കാര്യങ്ങളാണ് വിഷുവായിട്ട് റിലേറ്റ് ചെയ്തുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ മാനന്തവാടി തിരുനെല്ലിയിൽ കോടങ്കി കോൽക്കളി സംഘങ്ങളൊക്കെ വിഷു ആയതോടുകൂടി തന്നെ വിഷുവിൻ്റെ വരവറിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ മുളയടി ശബ്ദം കൊണ്ട് നിറയുകയാണ് ഗ്രാമവഴികളെല്ലാം. വീടുകളിൽ നിന്ന് ലഭിക്കുന്ന കാണിക്ക വിഷുത്തലേന്ന് തിരുനെല്ലി പെരുമാളിന്റെ സന്നിധിയിൽ സമർപ്പിക്കും. ശേഷം വിഷുക്കണി കണ്ടാണ് ഇവർ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുക. കണിക്കുന്നുകൾ കൊണ്ട് ശരീരം അലങ്കരിച്ച് തലയിൽ കിരീടം ചൂടി വരുന്ന കോമാളിയാണ് സംഘത്തിലെ പ്രധാനി. കൂടെ അണിഞ്ഞൊരുങ്ങിയ പെൺവേഷവും ഉണ്ടാകും. ഊരുമൂപ്പന്റെ പാട്ടിനൊത്ത് ചടുലമായ ചുവടുവെച്ചുള്ള കോൽക്കളി മനോഹരമായ കാഴ്ചയാണ്. കാട്ടിൽ നിന്ന് ഊരുമൂപ്പന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേകം തിരഞ്ഞെടുത്ത മുളങ്കമ്പുകളാണ് ഇവർ കോൽക്കളിക്കായി ഉപയോഗിക്കുന്നത്. കണിക്കുന്ന പൂക്കളുടെ അലങ്കാരത്തിന് പുറമെ കോമാളിയുടെ ശരീരം മുഴുവൻ ചായം തേച്ച് ചിത്രങ്ങൾ വരയ്ക്കും. കരിക്കട്ടയും മണ്ണും ഇഷ്ടികയുമൊക്കെ ഉപയോഗിച്ചുള്ള പ്രകൃതിദത്തമായ നിറമാണ് ഇതിന് ഉപയോഗിക്കുക. അരയിൽ കെട്ടിയ അരമണിയുടെ കിലുക്കം ഇവരുടെ ഗോത്ര സംഗീതത്തിന് ഇമ്പം കൂട്ടും. നമ്മൾ ആദ്യമുള്ളത് തലമുറയ്ക്ക് ഇത് ചെയ്തുകൊണ്ട് പോരുന്ന പാട്ടുകൾ ഒരുപാടുണ്ട്. അത് നമുക്ക് ഈ തലമുറയ്ക്കൊന്നും പറ്റുന്നില്ല. കിട്ടുന്ന പാട്ട് വെച്ച് നമ്മൾ ഒരു 7 ദിവസത്തേക്ക് തിരുനെല്ലി പെരുമാളിന് വേണ്ടിയിട്ട് ഒരു ഭഗവാന്റെ അരിച്ച് ഒരു കോരിക്കളി നമ്മൾ നടത്തുന്നു. തിരുനെല്ലിയിലും സമീപ പ്രദേശങ്ങളിലും വിഷുവിന്റെ വരവറിയിച്ച കോൽക്കളി സംഘം ഇന്നലെയാണ് യാത്ര ആരംഭിച്ചത്. വിഷുത്തലേന്നിവർ തിരുനെല്ലി പെരുമാളിന്റെ സന്നിധിയിലെത്തും. കാട്ടുനായ്ക്ക വിഭാഗക്കാരാണ് കോടങ്കി കോൽക്കളി സംഘങ്ങളായി വീടുകളിലെത്തുന്നത്. ന്യൂസ് മലയാളം, വയനാട്.